ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സൗന്ദര്യയുടെ ഓണം സെലിബ്രേഷൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. ഓണം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓണം വ്ളോഗുമായിട്ട് വന്ന എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. റീസൺ വേറൊന്നുമല്ല, എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ്. നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്ത് ഉത്രാടത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് എല്ലാവരും തന്നെ ഓണം കോസ്റ്റ്യൂമിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. ഷോപ്പിൽ നമ്മൾ എല്ലാ ദിവസവും ഓണപ്പൂ ഇട്ടു കേട്ടോ. ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇത്തവണ അങ്ങനെ അങ്ങ് ചെയ്യണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എല്ലാ ദിവസവും ഓണം പൂക്കൾ നമ്മൾ വാങ്ങിച്ച് പൂക്കളം ഇട്ടായിരുന്നു. ഇത് ഉത്രാടത്തിൻ്റെ അന്നത്തെ ഒരു ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഉത്രാടത്തിൻ്റെ പൂക്കളമാണിത്. ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഫാഷൻ ഡിസൈനേഴ്സ് ചെയ്തതാണ്. ആഷുമോളുടെ ചെയ്ത ഡ്രസ്സ് നമ്മൾ ഡൈ ചെയ്തതായിരുന്നു. ഇവരാണ് എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ പില്ലേഴ്സും എൻ്റെ ഫാഷൻ ഡിസൈനേഴ്സാണ് ഇവർ രണ്ടുപേരും. അവർ രണ്ടുപേരും കട്ടയ്ക്ക് എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഇവരോടുകൂടി ഡിസ്കസ് ചെയ്താണ് ഞാൻ ചെയ്യാറും. അവരുടെ അഭിപ്രായങ്ങൾ എപ്പോഴും ഞാൻ മാനിക്കാറുണ്ട്. ഇതെൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലിയുടെ ഓണാഘോഷവും ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ മാസ്റ്റേഴ്സ്, ടൈലേഴ്സ്, ആരി വർക്കേഴ്സ് എല്ലാവർക്കും കൂടിയാണ് നമ്മൾ ഓണസദ്യ വെളിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയായിരുന്നു. കാറ്ററിംഗ് സർവീസുകാരുടെ അടുത്ത് നിന്ന് ഓണസദ്യ നമുക്കിവിടെ കൊണ്ടുവന്ന് തന്നു അവർ. അപ്പോൾ അവിടുന്ന് അവർക്ക് നമ്മൾ വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ച് പേരുടെ മാസ്റ്ററിൻ്റെയും ഒരു ടൈലറിൻ്റെയും ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവർക്ക് എല്ലാവർക്കും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഫാമിലി ആയിട്ടുള്ള അക്കോമഡേഷൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഫുമാർ വന്നില്ല. കുട്ടികൾ സദ്യ കഴിക്കാനായിട്ട് വന്നു. കുട്ടികളുടെ ആദ്യത്തെ ഓണസദ്യയാണ്. മറ്റുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും. നല്ല സദ്യയായിരുന്നു. 24 കൂട്ടം കറികളുള്ള ഒരു നല്ല സദ്യ തന്നെയായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. നല്ല ഭംഗിയായിട്ട് അവർക്ക് എല്ലാവർക്കും നല്ല ഹാപ്പിയായി. ഒത്തിരി നന്നായിരുന്നു. ഫുഡും ഒത്തിരി നന്നായിരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴിച്ചു. നല്ല രീതിയിൽ അവർക്ക് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റിയത്. പാലട പ്രഥമനാണ്. അപ്പോൾ എന്താ പറയുക, ഉപ്പേരി മുതലെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സദ്യ എല്ലാവരും കഴിച്ചു. ആഷുമോളും നന്നായിട്ട് സദ്യ എൻജോയ് ചെയ്തു. അതിനകത്തെ മാങ്ങാച്ചാറൊക്കെ ആഷുമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ടാണ് ആഷുമോൾ മാങ്ങാച്ചാർ ഇത്രയും കൂട്ടി ചോറുണ്ണുന്നത്. എല്ലാവരും ഓണം അട്ടയറിൽ തന്നെയായിരുന്നു. എല്ലാം നമ്മുടെ തന്നെ കോസ്റ്റ്യൂമാണ് കേട്ടോ. എല്ലാവരും ഇട്ടിരിക്കുന്നത് നമ്മുടെ തന്നെ ഡ്രസ്സുകളാണ്. അപ്പോൾ ഓണത്തിൻ്റെ തീമിൽ ഡ്രസ്സപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇത് നമ്മളെല്ലാവരും അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. എല്ലാവരും സദ്യയും എൻജോയ് ചെയ്തു. അന്നത്തെ ദിവസം ആക്ച്വലി ഉത്രാടത്തിന് മുന്നേ തന്നെ നമ്മുടെ ഓണം ബുക്കിങ്ങുകളെല്ലാം നമ്മൾ തീർത്തിരുന്നു. ഉത്രാടത്തിൻ്റെ അന്ന് ഡയറക്റ്റ് ഷോപ്പിൽ ഓഫ്ലൈൻ ഷോപ്പിംഗ് മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, സെൽഫീസ് എടുത്തു, അല്ലാതുള്ള ഫോട്ടോസ് എടുത്തു. അതെല്ലാം നമുക്ക് ബിഗിലേ. അപ്പോൾ അതെല്ലാം എടുത്തു. ഫോട്ടോസൊന്നും ഇല്ലാതെ എന്താ ആഘോഷം അല്ലേ. നല്ല ഭംഗിയായിട്ട് നമ്മൾ എല്ലാവരും ഹാപ്പിയായി എൻജോയ് ചെയ്തു. ഞങ്ങൾക്കും വളരെ സംതൃപ്തി വന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊന്ന് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു ഡിയേഴ്സ്.